PM ശ്രീ വിഷയത്തിൽ നിലപാട് മാറ്റിയെന്ന വിമർശനം നേരിടുന്ന വ്യക്തിയാണ് മന്ത്രി KM ഷാജി. മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും അധികാരത്തിൽ വന്നാൽ പദ്ധതി ചവിറ്റുകൊട്ടയിലെറിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് നിലവിലെ മന്ത്രി KM ഷാജി. എന്നാൽ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റവും വിശദീകരണങ്ങളും പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. UDF പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളുടെയും PM ശ്രീ പദ്ധതിയുടെയും ഭാഗമായുള്ള വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് KM ഷാജി ഉയർത്തിയത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും സിലബസിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത നയങ്ങളും അംഗീകരിക്കില്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ PM ശ്രീ കരാർ വലിച്ചെറിയുമെന്നും അദ്ദേഹം പ്രസംഗങ്ങളിൽ ആവർത്തിച്ചിരുന്നു. എന്നാൽ സർക്കാർ അധികാരത്തിൽ വന്ന് അധികം വൈകാതെ തന്നെ മന്ത്രി KM ഷാജി തന്റെ മുൻ പ്രസംഗങ്ങളെയും നിലപാടുകളെയും ലഘൂകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തെരുവിൽ പറയുന്ന രാഷ്ട്രീയവും ഭരണത്തിലിരുന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴുള്ള വ്യത്യാസവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. മുൻ സർക്കാർ ഒപ്പിട്ട ഒരു പദ്ധതി ഏതാനും ദിവസങ്ങൾക്കകം ഒറ്റയടിക്ക് റദ്ദാക്കി മുന്നോട്ടു പോകാൻ ഒരു സർക്കാരിനും എളുപ്പമല്ലെന്നും അതിന് സാവകാശം ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് നടത്തിയ കരാർ അറബിക്കടലിൽ എറിയുമെന്ന പരാമർശം രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ വെറുമൊരു പ്രയോഗം മാത്രമാണെന്നും സാമാന്യ യുക്തിയോട് ചിന്തിച്ചാൽ സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് ഒരു കരാറിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്നും നേരത്തെ മന്ത്രി ന്യായീകരിച്ചിരുന്നു. എന്നാൽ നിലവിൽ ലീഗിനുള്ളിൽ നിന്ന് പോലും വിമർശനമുയർന്ന സാഹചര്യത്തിൽ നിലപാട് വീണ്ടും പരസ്യമാക്കുന്നുണ്ട് KM ഷാജി. PM ശ്രീ കരാർ അറബിക്കടലിലല്ല, അതിനും അപ്പുറം ഒരു ചെളിക്കുണ്ടുണ്ടെങ്കിൽ അവിടെ എറിയണമെന്ന് വീണ്ടും പൊതുവേദിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് KM ഷാജി. ഒരു സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വരും. അതിനർത്ഥം പേടിച്ച് പിന്മാറിയെന്നല്ല, നിലപാട് പറയേണ്ടിടത്ത് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മംദാനിയെ മാതൃകയാക്കിയാണ് ഷാജി നിലപാട് അവതരിപ്പിച്ചത്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ മംദാനിക്ക് കഴിയാതെ വന്നിരിക്കാം. എന്നാൽ അതിന് അദ്ദേഹം കൃത്യമായ കാരണങ്ങൾ വിശദീകരിച്ച പോലെ PM ശ്രീ വിഷയത്തിൽ തനിക്കും ചിലത് പറയാനുണ്ടെന്നും KM ഷാജി ചൂണ്ടിക്കാട്ടി. വെറും 6 മിനിറ്റ് സമയമെടുത്താണ് മന്ത്രി KM ഷാജി തന്റെ നിലപാട് പരസ്യമാക്കിയത്. മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം വാക്കുകൾ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല. ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ലോകത്ത് എവിടെ എന്തുണ്ടായാലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനമായിട്ട് വലിച്ചു കൊണ്ടുവരും. അപ്പം ഈ PM ശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് വലിയ ചർച്ചയായി വന്നിരുന്നത് എന്താണ്? അറബിക്കടലിൽ എറിയടെന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് വലിയ ചർച്ചയായിട്ട് ഭയങ്കര ഇതായിട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്ന വകുപ്പായിട്ട് വന്നിട്ടൊരു കേസല്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിലെ കാര്യം മാത്രം പറയാൻ പാടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങൾ, അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല. ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ത്രസിപ്പിച്ച 2-3 ആളുകളുണ്ട്. ഒന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട്, നമ്മളുടെ അബ്ബാസ് അർഗാച്ചി എന്ന് ഞാൻ പറയുള്ളൂ. അബ്ബാസ് അർഗാച്ചി, പ്രൊണൗൺസിയേഷൻ വേറെ ആവും. അബ്ബാസ് അർഗാച്ചി ഉണ്ട്. അർഗാച്ചിയുടെ രീതികളും അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമര രീതികളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം രസകരമായൊരു അർഗാച്ചിയുടെ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്താരാഷ്ട്ര സഭയിൽ സംസാരിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കും. അപ്പം തൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട്, വെള്ളം കൊടുക്കാൻ പറയും. അപ്പോൾ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് അയാൾ കുടിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നൊരു ഡിപ്ലോമാറ്റിക് ചീത്ത ഉണ്ട്. എന്താ പറയുക ചീത്ത പറയുന്നത്? തന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ലടോ എന്നാണ്. ആ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ പറയുന്ന സാധനം അതൊരു മനോഹരമായ ഒരു പ്രയോഗമാണ്, രസകരമായ പ്രയോഗമാണ്. എനിക്കിഷ്ടമാണ് അർഗാച്ചിയെ, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമതിൻ്റെ ഇഷ്ടങ്ങളിലെ ഒരാൾ സൊഹ്റാൻ മംദാനിയാണ്. സൊഹ്റാൻ മംദാനി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, എവിടുന്ന ന്യൂയോർക്കിൽ, എങ്ങാനും നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിന് ഞാൻ മനുഷ്യാവകാശ
ലംഘനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യും. അന്ന് നെതന്യാഹുവിൻ്റെ പ്രസംഗം ആവേശത്തോട് കേട്ട ആളാണ് ഞാൻ. ആ ന്യൂയോർക്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നെതന്യാഹു വന്നുപോയി. അതിന് അദ്ദേഹത്തിൻ്റെ നമ്മളുടെ സഹറാൻ മംദാനിയുടെ മറുപടിയുണ്ട്. ഒരുപക്ഷെ കുട്ടികൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു കാണും. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിങ്ങൾ ആരും ഈ ഹാളിലുള്ളവർ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ജൻസി പിള്ളേർ കണ്ടിട്ടുണ്ടാവും. അവരതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കാഗ്രഹമുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യണമെന്ന്, പക്ഷേ എൻ്റെ നിയമപരിധിയുടെ അകത്ത് അതിന് സാധ്യമല്ല. ഞാൻ ലോക പോലീസിനോട്, ലോകത്തിലെ അധികാരത്തോട്, വേൾഡ് കോടതിയോട്, അമേരിക്കയോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലാണ് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. നിങ്ങളത് ചെയ്യണം. ഞാൻ എൻ്റെ നിലപാടുകളെ മാറ്റുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്, ക്ഷമിക്കണമെന്നല്ല അദ്ദേഹം പറയുന്നത്. എൻ്റെ അധികാര പരിധിയിൽ അതില്ല എന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാറിയെന്നാണോ? അധികാരങ്ങളോ സൗകര്യങ്ങളോ വരുമ്പോൾ അഭിപ്രായങ്ങൾ സൗമ്യമാക്കുകയാണോ വേണ്ടത്? നിശബ്ദമാക്കുകയാണോ വേണ്ടത്? മീഡിയ മുറികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമെന്നതുകൊണ്ട് ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ചളിപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയാണോ വേണ്ടത്? അത് രാഷ്ട്രീയമല്ല, അത് നിലപാടുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് വരെ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള അവസരത്തിൻ്റെയും അവകാശത്തിൻ്റെയും കൂടി പേരാണ് ഈ 80ാമത്തെ ദിവസവും ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ട്രോള് എന്ന് പറയുന്നത് അത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമല്ല. അങ്ങനെ ട്രോൾ ചെയ്യാൽ എന്താ ഒരു പറ്റുമെങ്കിൽ അവനാണ് തന്നെ ട്രോൾ എന്നാണ്. ഞാൻ ഒരിക്കലും നിയമസഭയിൽ നിന്ന് ഒരു ഡേറ്റ് മാറിയിട്ട് സംഖ്യയായിട്ട് വായിച്ചു. ഭയങ്കര സംഭവമായിട്ട്. കാരണം ഈ സംഖ്യ ഇട്ടെടുത്ത് കുത്തുണ്ടായിരുന്നില്ല. കുറേ വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം നിയമസഭയിൽ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, ഇന്നലെ ഞാൻ തെറ്റിയിട്ട് വായിച്ചതായിരുന്നു, ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാതെ പറയാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ VB ഗ്രാം എന്ന് ഞാൻ പറഞ്ഞു. VBG റാം എന്ന് ആക്കുന്നത് നേരത്തെ അബ്ജംസ് പറഞ്ഞ ഒരു അജണ്ടൻ്റെ ഭാഗമാണ്. ഒരു മടിയില്ലാതെ ആളുകൾ VBG റാം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ VBG റാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിലെ മീറ്റിങ്ങിൽ പോയപ്പോൾ ഇതല്ലാത്ത എല്ലാം ഗ്രാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാത്രം വരുന്നു VB റാം എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിയമസഭയിൽ ഞാൻ പറഞ്ഞു VB ഗ്രാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോ വേക്കെന്ന് പറഞ്ഞ് തിരുത്തി. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, ഇന്നലെ ഞാൻ പക്ഷേ തെറ്റിയിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. സമ്മതിച്ചാൽ മതി. അങ്ങനെ ആവശ്യമില്ലാത്ത ഈഗോന്നും കൊണ്ട് നടക്കണം. തെറ്റൊന്നും സംഭവിക്കാത്ത മഹാൻ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ധാരണകളിൽ പലതും തെറ്റുണ്ട്. നമ്മളെ തിരുത്താൻ പറ്റുന്ന ആളുകൾ നമ്മളെ പിറകിലുണ്ട്. അവിടെ ഈ കൊച്ചു അഹങ്കാരങ്ങളുമായിട്ട് ജീവിക്കാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ.